സംസ്ഥാനത്ത് ഇപ്പോൾ ലഹരി കേസുകളൊക്കെ ഒരുപാട് കൂടുന്നുണ്ടല്ലോ. അപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവമല്ലേ? എനിക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല മോനെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇന്ത്യ എന്ന് പറയുന്ന പകത്തായ ഭാരതത്തിൽ 31 സ്റ്റേറ്റും ഉണ്ട്. വേറെ ഒരിടത്തും ഇല്ലാത്തതല്ലേ കേരളത്തിൽ. പഠിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ മാത്രം. കേരളത്തിൽ ഇപ്പോൾ സത്യത്തിൽ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എപ്പോൾ കുത്തുവടിയും വിട്ടുന്ന കാര്യത്തിലാണ് പേടിയാണ് മനുഷ്യന്. റോഡിൽ നിൽക്കുന്ന നേരത്തിന് രണ്ടുപേരെ വഴക്കുണ്ടാക്കേണ്ട മക്കളെ എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ കുത്തുന്ന നിലയാണ്. കാരണം അവന് ബോധമില്ലാതെ നിൽക്കുകയാണ്. അവൻ ചരസിലോ കഞ്ചാവിലോ MDMA ആണ് നിൽക്കുന്നത്. ഇത് എങ്ങനെ ഇവിടെ വരുന്നത്? ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്വമില്ലേ? ഞാൻ ചെയ്യട്ടെ, ഇതിപ്പോൾ ഞാനൊരു BJP-കാരനായതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് കണക്കാക്കണ്ടേ? എന്താ തമിഴ്നാട്ടിൽ ഇതുണ്ടാകാത്തത്? തമിഴ്നാട് BJP ഗവൺമെൻറ്, സ്റ്റാലിൻ ഗവൺമെൻറ്റല്ലേ? അവിടെ ഇല്ലല്ലോ. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട്? ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പിള്ളേരാരാ? CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി. ഇതെന്താ കാര്യം? SFI-യുടെ ജില്ലാ സെക്രട്ടറി. ഇത് എന്ത് ഒന്ന് ആലോചിച്ച്. ഇതൊക്കെ പിണറായി വിജയൻ്റെ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക, തീർന്നല്ലോ. ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ട് ഇതൊക്കെ. ഇത് കേരളം പോലൊരു സ്റ്റേറ്റ് ഇത്രമാത്രം അധപ്പതിക്കാമോ? ഇവിടെ മദ്യപാനം വലിയ കുഴപ്പമെന്ന് പറഞ്ഞു. ഈ ആന്റണി ചാരായം നിരോധിച്ചതിനെ പോലും തെറ്റെന്ന് പറയുന്ന ആളാണ് ഞാൻ. ചാരായ ആന്റണി നിരോധിച്ചതിൽ മുഴുപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. സത്യം എന്താ ഉണ്ടായി? ഞാൻ അന്നും പറഞ്ഞത് തെറ്റാണ്. കാരണം ചാരായം നിരോധിച്ചുകൊണ്ട് എന്തുവേണ്ടി? മദ്യപിക്കേണ്ടവൻ കള്ളച്ചാരായം ഉണ്ടാക്കി. വ്യാപകമായ വ്യാജമദ്യം കേരളത്തിൽ ഉണ്ടാകാൻ കാരണം ചാരായ നിരോധനമാണ്. ഒരു കാര്യങ്ങളും നിയമം മൂലം നിരോധിക്കാൻ നോക്കിയാൽ അതൊക്കെ വിപരീത ഫലമേ ഉണ്ടാവൂ എന്നതാണ് സത്യം. ഇവിടെ MDMA എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ചെറുപൊടിയാണ്. ഇത് ഷട്ടൻ്റെ പോക്കറ്റിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാനായത്? ഞാൻ പോലീസിനെ കുറ്റം പറയാനില്ല. കാരണം പോലീസ് നോക്കിയാലും കിട്ടുകയില്ല ഇത്. കാരണം കൊച്ചിവിടെ വർത്താൻ കൊച്ചിൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കൈക്കകത്തിരിക്കുന്നത് എങ്ങനെ കാണാൻ? കണ്ടെടുത്താൻ കഴിയില്ല. കഞ്ചാവാണ് ഇപ്പോൾ കിലോ കണക്കെ പിടിക്കാം. അതുകൊണ്ട് ഈ മയക്കുമരുന്ന് ഇത്ര വന്ന് വ്യാപകമാണെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കടൽ കായൽ തീരങ്ങൾ ഇതുപോലുണ്ട്. കടലുണ്ട്, കായൽ തീരത്തിലുണ്ട്, പിന്നെ ഹൈവേകളുണ്ട്. ഇതെല്ലാം ഇതിന് പറ്റിയ സ്ഥലങ്ങളാണ്. അതാണ് പ്രശ്നം. ഇപ്പം ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ സുഖവാസ കേന്ദ്രം ഉണ്ടാക്കും. ഇവിടെ ഇല്ലീഗക്കെല്ലാം നമ്മൾ ഇവിടെ അടുത്തുണ്ട്. ഇപ്പോൾ അവിടെ ഒരു 8-10 പിള്ളേരെ തേനീച്ച കുത്തി ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് 2 പെണ്ണുങ്ങളും 6 ആണുങ്ങളാണ്. ഈ 2 പെണ്ണുങ്ങൾ ഏതാണെന്ന് പറയത്തില്ല, 6 ആണുങ്ങൾ. ഇവർ നമ്മളുടെ ബന്ധം എന്താണെന്ന് അറിയത്തില്ല. ഈ ജനം പരിപാടികളാണ് നടക്കുന്നത്. കാരണം എല്ലാം ധാർമ്മികമായി തകർന്നിരിക്കുന്നു. ധാർമ്മികമായ അധപ്പതനം ഈ രാജ്യത്ത് കേരളത്തിൽ ഉണ്ടായിരിക്കുക. അതിന് കാരണം ഇതൊന്നും തെറ്റല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ഇതൊക്കെ സംഭവിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയം മാത്രമല്ല, ഒന്ന് ആലോചിക്കണം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ പള്ളിക്കൂടത്ത് പറഞ്ഞു വിടും? അപ്പൻ തന്നെ കൊണ്ടുപോയാൽ പറ്റുകയില്ല. അപ്പനെങ്കിൽ കുത്ത് കിട്ടും. അപ്പനും അമ്മയും കൂടെ കൊണ്ടുപോയി കൊച്ചിനെ പള്ളിക്കൂടത്ത് വിടുക. അപ്പനും അമ്മയും കൂടെ പോയി സ്കൂളിൽ നിന്ന് കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? അത് അങ്ങനെ പോയില്ല, കൊച്ചിനെ കിട്ടുകയില്ല. ഇതിപ്പോൾ പെൺകൊച്ചുങ്ങളെ മാത്രമല്ല, ആൺപിള്ളേരും പ്രശ്നമാണ്. ആൺപിള്ളേരും കുറച്ച് പ്രായം, ഒരു 15-20 വയസ്സ് കൊച്ചുങ്ങൾ ആൺപിള്ളേരെ പോയാലും അവരും തട്ടിക്കൊണ്ട് പോകുന്നില്ല. കിഡ്നി കച്ചവടം അതും കേരളത്തിൽ തുടങ്ങിയിരിക്കുകയെന്നാണ് പറഞ്ഞത്. കിഡ്നി ഇടപാട്. ഈ കൊച്ചുങ്ങളെ കൊണ്ടുപോയി കിഡ്നി 30 ലക്ഷം വരെ കിഡ്നി കിട്ടും. പിന്നെ എങ്ങനെ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയാൽ പോരെ? ഒരു ആൺകൊച്ചിനെ കൊണ്ടുപോയി അതിൻ്റെ കിഡ്നി എടുത്തിട്ട് പുറത്ത് വിടും. ഈ നാട്ടിൽ അരാജകത്വം നടമാടുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറി. ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ജനം സംഘടിച്ചിറങ്ങുക എന്നുള്ളതല്ല, പറയാൻ മാർഗമില്ല. ഇതിനെതിരെ ചിന്തിക്കുന്ന ജനങ്ങൾ ഒരുമിച്ച് സംഘടിച്ചിറങ്ങുക. ഇപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ഇതിൻ്റെ ചർച്ചയായിട്ട് ഇറങ്ങി, വേറെ ഒരു കാര്യം കണ്ടില്ല. എന്ത് ചെയ്യും? വേറെ ഉള്ള ചാനലുകാർക്ക് അവർക്കിത് വാർത്ത കിട്ടണം. അവർക്ക് വാർത്ത ഇങ്ങനെ കള്ളു പിടിച്ച് കഞ്ചാവ് പിടിച്ച് റോഡിൽ കിടക്കുകയും പെണ്ണുങ്ങളെയും അടിയുണ്ടാക്കിയാൽ വാർത്തയാണ്. അവർക്ക് വാർത്തയാണ് വേണ്ടേ. വാർത്തയ്ക്ക് അപ്പുറത്ത് ശരി എണ്ണം എന്ന നിലയിൽ ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പ്രചരണമായിട്ട് ഇറങ്ങി നടക്കാം. നിങ്ങളങ്ങനെ നടക്കുന്നു എന്ന് കാണിച്ച് സന്തോഷമുണ്ട്. തീർച്ചയായും ഈ സമൂഹത്തിൽ നന്മ ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് 3 മണിക്ക് ഈ കാര്യങ്ങളൊക്കെ കേരളത്തോടും ലോകത്തോടും ആദ്യം പറഞ്ഞ കേരളത്തിലെ മലയാളി എന്ന് പറയുന്ന പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവാണ്, ജോസഫ് കല്ലറങ്ങാട്ട്. അദ്ദേഹം പറയും നാർക്കോട്ടിക് ജിഹാദും അതുപോലെ തന്നെ ലവ് ജിഹാദും, ഇത് രണ്ടും അതിൽ പെടാതെ മക്കൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് അദ്ദേഹത്തെ തന്തയ്ക്ക് പറയാനും അദ്ദേഹത്തിന് അരമനയ്ക്കിട്ടെറിയാനും പോയ മാന്യന്മാരാ ഈ കേരളത്തിലെ പല മാന്യന്മാരും. ഞാനതിനെ എതിർത്തു എന്നുള്ളതാണ് എന്നോടുള്ള മുണക്കം. ഇപ്പോൾ എന്തായി? അന്ന് അദ്ദേഹം പറഞ്ഞ് മുഴുവൻ ശരിയാണെന്ന് ഇപ്പോൾ സമൂഹം സമ്മതിച്ചു.
ജവ് ജിഹാദിനേക്കാൾ അപകടകരമായ നാർക്കോട്ടിക് ജിഹാദായി. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഞാനിന്നിപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ എന്നോട് സംസാരിക്കുന്ന ഈ ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് കല്ലറങ്ങാട്ട് പിതാവ് എന്നെ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. നമ്മളിവിടുത്തെ പൊതുപ്രവർത്തകരെയും സ്കൂൾ ഹെഡ്മാസ്റ്റർമാരെയും PTA പ്രസിഡന്റുമാരെയും വൈദികരെയും പള്ളിയുടെ കൈക്കാരന്മാരെയും ഒക്കെ വിളിച്ചിരിക്കുക. എങ്ങനെ ഈ മാരകമായ വിപത്തിൽ നിന്നും കേരള ജനതയെ രക്ഷിക്കാം, പാലാ രൂപതയുടെ കീഴിലുള്ള മേഖലയിൽ എങ്ങനെ ഇതിന് സമാധാനം ഉണ്ടാക്കാം എന്ന് ചർച്ച ചെയ്യാൻ പോവുക. ഇന്ന് 3 മണിക്ക് അതിന് ചർച്ചകളുണ്ട്. ആ ഒരു സന്തോഷമായ കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കാം. നിങ്ങളുടെ ശ്രമത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ.